ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1990 മുതൽ 1995 വരെയുള്ള കാലഘട്ടങ്ങളിൽ മമ്മൂട്ടി അഭിനയിച്ച ചിത്രങ്ങളുടെ വിശകലനങ്ങളും ബോക്സ് ഓഫീസ് പെർഫോമൻസും സക്സസ് റേഷ്യോയും കുറിച്ചുള്ള വിശകലനങ്ങളാണ്. 90 മുതൽ 95 വരെയുള്ള കാലയളവിൽ മമ്മൂട്ടി ആകെ 43 ചിത്രങ്ങളിലാണ് അഭിനയിച്ചത്. ഇനി ഈ ചിത്രങ്ങളുടെ വിശകലനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1990 മമ്മൂട്ടി 12 ചിത്രങ്ങളിലാണ് അഭിനയിച്ചത്. ഈ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ജനുവരി 28 റിലീസ് ചെയ്ത പുറപ്പാട്, ഫെബ്രുവരി 16 റിലീസ് ചെയ്ത നമ്പർ 20 മദ്രാസ് മെയിൽ, മാർച്ച് 15 റിലീസ് ചെയ്ത കോട്ടയം കുഞ്ഞച്ചൻ, ഏപ്രിൽ 12 റിലീസ് ചെയ്ത മിഥ്യ, മെയ് 18 റിലീസ് ചെയ്ത മതിലുകൾ, ജൂൺ 22 റിലീസ് ചെയ്ത സാമ്രാജ്യം, ജൂലൈ 19 റിലീസ് ചെയ്ത കളിക്കളം, ഓഗസ്റ്റ് 31 റിലീസ് ചെയ്ത ഒളിയമ്പുകൾ അയ്യർ ദ ഗ്രേറ്റ്, സെപ്റ്റംബർ 27 റിലീസ് ചെയ്ത കുട്ടേട്ടൻ, നവംബർ 30 റിലീസ് ചെയ്ത ഈ തണുത്ത വെളുപ്പാങ്കാലത്ത്, ഡിസംബർ 20 റിലീസ് ചെയ്ത പരമ്പര. ഈ ചിത്രങ്ങളിൽ കോട്ടയം കുഞ്ഞച്ചൻ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് നേടി. നമ്പർ 20 മദ്രാസ് മെയിലും കളിക്കളവും ആവറേജ് വിജയം കൈവരിച്ചു. ബാക്കി 9 ചിത്രങ്ങളും പരാജയങ്ങളായിരുന്നു. 1991 മമ്മൂട്ടിക്ക് 7 ചിത്രങ്ങളാണ് ഉണ്ടായത്. ഫെബ്രുവരി 1 റിലീസ് ചെയ്ത അമരം, മാർച്ച് 28 തിയേറ്ററുകളിലെത്തിയ നയം വ്യക്തമാക്കുന്നു, ഏപ്രിൽ 26 റിലീസ് ചെയ്ത ഇൻസ്പെക്ടർ ബൽറാം, മെയ് 10 റിലീസ് ചെയ്ത അടയാളം, ജൂലൈ 4 റിലീസ് ചെയ്ത കനൽക്കാറ്റ്, ഓഗസ്റ്റ് 15 റിലീസ് ചെയ്ത അനശ്വരം, നവംബർ 30 റിലീസ് ചെയ്ത നീലഗിരി. ഇതിൽ അമരവും ഇൻസ്പെക്ടർ ബൽറാമും സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയപ്പോൾ നീലഗിരി ആവറേജ് വിജയം കൈവരിച്ചു. ബാക്കി 4 ചിത്രങ്ങളും പരാജയങ്ങളായിരുന്നു. 1992 മമ്മൂട്ടിക്ക് 6 ചിത്രങ്ങളാണ് ഉണ്ടായത്. ഫെബ്രുവരി 14 റിലീസ് ചെയ്ത കൗരവർ, ഏപ്രിൽ 2 തിയേറ്ററുകളിലെത്തിയ സൂര്യമാനസം, ഏപ്രിൽ 10 റിലീസ് ചെയ്ത ജോണി വാക്കർ, ജൂലൈ 23 റിലീസ് ചെയ്ത മഹാനഗരം, ഓഗസ്റ്റ് 27 റിലീസ് ചെയ്ത കിഴക്കൻ പത്രോസ്, സെപ്റ്റംബർ 4 റിലീസ് ചെയ്ത പപ്പയുടെ സ്വന്തം അപ്പൂസ്. ഇതിൽ പപ്പയുടെ സ്വന്തം അപ്പൂസ് ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് നേടിയപ്പോൾ കൗരവർ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസും മഹാനഗരവും കിഴക്കൻ പത്രോസും ഹിറ്റ് സ്റ്റാറ്റസും നേടി. 2 ചിത്രങ്ങൾ പരാജയങ്ങളായിരുന്നു. 93 മമ്മൂട്ടിക്ക് 7 ചിത്രങ്ങളാണ് ഉണ്ടായത്. ഇതിൽ ജനുവരി 27 തിയേറ്ററുകളിലെത്തിയ ധ്രുവം, ഫെബ്രുവരി 7 റിലീസ് ചെയ്ത ആയിരപ്പറ, ഏപ്രിൽ 11 റിലീസ് ചെയ്ത വാത്സല്യം, മെയ് 20 റിലീസ് ചെയ്ത ജാക്ക് പോട്ട്, ഓഗസ്റ്റ് 27 റിലീസ് ചെയ്ത സരോവരം, ഒക്ടോബർ 22 തിയേറ്ററുകളിലെത്തിയ പാഥേയം, ഡിസംബർ 23 തിയേറ്ററുകളിലെത്തിയ ഗോളാന്തര വാർത്ത. ഇതിൽ ജാക്ക് പോട്ടും വാത്സല്യവും സൂപ്പർ സ്റ്റാറ്റസ് നേടിയപ്പോൾ ധ്രുവം ഹിറ്റ് സ്റ്റാറ്റസ് നേടി. ഗോളാന്തര വാർത്തയും പാഥേയവും ആവറേജ് വിജയം കൈവരിച്ചു. സരോവരം, ആയിരപ്പറ എന്നീ ചിത്രങ്ങൾ പരാജയങ്ങളായിരുന്നു. 94 മമ്മൂട്ടിക്ക് 6 ചിത്രങ്ങളാണ് ഉണ്ടായത്. ജനുവരി 27 തിയേറ്ററുകളിലെത്തിയ വിധേയൻ, മാർച്ച് 10 തിയേറ്ററുകളിലെത്തിയ പൊന്തന്മാട, ജൂലൈ 14 തിയേറ്ററുകളിലെത്തിയ വിഷ്ണു, സെപ്റ്റംബർ 16 തിയേറ്ററുകളിലെത്തിയ സൈന്യം, ഒക്ടോബർ 22 തിയേറ്ററുകളിലെത്തിയ സാഗരം സാക്ഷി, ഡിസംബർ 23 തിയേറ്ററുകളിലെത്തിയ സുഹൃതം. ഇതിൽ സൈന്യവും സാഗരം സാക്ഷിയും ഹിറ്റ് സ്റ്റാറ്റസ് നേടി. സുഹൃതം ആവറേജ് വിജയം നേടി. ബാക്കി എല്ലാ ചിത്രങ്ങളും പരാജയങ്ങളായിരുന്നു. 95 മമ്മൂട്ടിക്ക് 5 ചിത്രങ്ങളാണ് ഉണ്ടായത്. മാർച്ച് 31 തിയേറ്ററുകളിലെത്തിയ മഴയത്തു മുമ്പേ, ഏപ്രിൽ 13 തിയേറ്ററുകളിലെത്തിയ ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി, സെപ്റ്റംബർ 1 തിയേറ്ററുകളിലെത്തിയ നമ്പർ 1 സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത്, സെപ്റ്റംബർ 29 തിയേറ്ററുകളിലെത്തിയ ഓർമ്മകളുണ്ടായിരിക്കണം, നവംബർ 11 തിയേറ്ററുകളിലെത്തിയ ദി കിങ്. ഇതിൽ ദി കിങ് ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് നേടിയപ്പോൾ മഴയത്തു മുമ്പേ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് നേടി. അഭിഭാഷകന്റെ കേസ് ഡയറി, നമ്പർ 1 സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത് ആവറേജ് വിജയം കൈവരിച്ചു. ആകെ സമ്മറി നോക്കുമ്പോൾ 90 മുതൽ 95 വരെയുള്ള 6 വർഷക്കാലത്തെ 43 ചിത്രങ്ങൾ എടുത്ത് നോക്കിയാൽ 2 ചിത്രങ്ങൾ ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് നേടിയപ്പോൾ 7 ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് നേടി. 5 ചിത്രങ്ങൾ ഹിറ്റ് സ്റ്റാറ്റസും 8 ചിത്രങ്ങൾ ആവറേജ് വിജയം കൈവരിച്ചു. അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ ഈ കാലയളവിലെ സക്സസ് റേഷ്യോ 42% ആണ്. ഇതിൽ പപ്പയുടെ സ്വന്തം അപ്പൂസും ദി കിങ്ങും ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് നേടിയപ്പോൾ കോട്ടയം കുഞ്ഞച്ചൻ, അമരം, ഇൻസ്പെക്ടർ ബൽറാം, കൗരവർ, വാത്സല്യം, ജാക്ക് പോട്ട്, മഴയത്തു മുമ്പേ എന്നീ ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് നേടി. മഹാനഗരം, കിഴക്കൻ പത്രോസ്, ധ്രുവം, സൈന്യം
സാഗരം സാക്ഷി എന്നീ ചിത്രങ്ങൾ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയപ്പോൾ കളിക്കളം, നമ്പർ 20 മദ്രാസ് മെയിൽ, നീലഗിരി, പാഥേയം, ഗോളാന്തര വാർത്ത, സുഹൃതം, സ്നേഹതീരം, ബാംഗ്ലൂർ നോർത്ത്, ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി എന്നീ ചിത്രങ്ങൾ ആവറേജ് വിജയം കൈവരിച്ചു. ഇത്രയുമാണ് 90 മുതൽ 95 വരെയുള്ള മമ്മൂട്ടി ചിത്രങ്ങളുടെ വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.